അസ്സലാമലൈക്കും. പ്രിയപ്പെട്ടവരെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവർക്കും, എൻ്റെ പ്രിയപ്പെട്ട എല്ലാവർക്കും അള്ളാഹു നന്മയും സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുമാറാവട്ടെ. എല്ലാവരുടെയും നല്ല ഉദ്ദേശങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നിറവേറ്റി തരുമാറാവട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ഈ ഫാമിലിയിലുള്ള എല്ലാവർക്കും പലവിധ വിഷമങ്ങളുള്ളവരാണ് അള്ളാഹ്, പലവിധ ബുദ്ധിമുട്ടുകളുള്ളവരാണ്. എൻ്റെ എല്ലാ വീഡിയോയിലും കമൻറ്റ് ചെയ്യാറുള്ള പലവരുമുണ്ട്. അവർക്ക് ഓരോരോ ബുദ്ധിമുട്ടുകൾ എന്നെ അറിയിക്കാറുണ്ട്. അതുപോലെ തന്നെ ലൈവിൽ വരുന്ന പല എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ ഫ്രണ്ട്സുകളൊക്കെ ഉണ്ട്. അവർക്കെല്ലാവർക്കും പലവിധ ബുദ്ധിമുട്ടുകളും പലവിധ വിഷമങ്ങളും എല്ലാം ഉണ്ട്. പടച്ചവനെ, അവരുടെ എല്ലാ വിഷമങ്ങൾക്കും നീ പരിഹാരം കാണിച്ചു കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അവരുടെ മക്കൾക്ക് നീ ആയുസ്സും ആരോഗ്യവും ആഫിയത്തും കൊടുക്കണേ റബ്ബേ. അവരുടെ മക്കളെ നീ സ്വാലിഹായ മക്കളാക്കി കൊടുക്കണേ തമ്പുരാനെ. അവർക്ക് നീ നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള കഴിവിനെ കൊടുക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളുടെ മക്കളെ നീ കാക്കണേ റബ്ബേ. ഞങ്ങളുടെ മക്കളാണ് റബ്ബേ ഞങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. പടച്ചവനെ, അവർക്ക് നീ നന്മയും തിന്മയും മനസ്സിലാക്കാനുള്ള കഴിവ് കൊടുത്ത് മാതാപിതാക്കളോടും കുടുംബത്തോടും സ്നേഹത്തോടെ പെരുമാറാനും അതുപോലെ തന്നെ അവരോട് എങ്ങനെ അതിനുള്ള ബഹുമാനിച്ച് അവരോട് ഏത് രീതിയിൽ നിൽക്കണം എന്ന് എല്ലാം മനസ്സിലാക്കി. ഇന്നത്തെ കാലത്ത് ആർക്കും ഒന്നും അറിയാത്ത പിള്ളേരും കാര്യങ്ങളൊക്കെയാണ്. പഠിച്ചവനെ, അതെല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോകാനുള്ള കഴിവും ആരോഗ്യ ആഫിയത്തും നീ ഞങ്ങളുടെ മക്കൾക്ക് കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, നീ ഞങ്ങളുടെ മക്കളെ സ്വാലിഹായ മക്കളാക്കി തരണേ റബ്ബേ. അല്ലാഹു, എൻ്റെ ഈ ഫാമിലിയിലുള്ളവരുടെ എല്ലാ വിഷമങ്ങളും മാറ്റിക്കൊടുക്കണേ. രോഗങ്ങൾ കൊണ്ടും കടങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടനുഭവിക്കുന്ന പലവരുമുണ്ട് റബ്ബേ. അവരുടെ എല്ലാ രോഗങ്ങളും മാറ്റി ശിഫയാക്കി കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഫാമിലിയിലുള്ളവരുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കളും ബന്ധുക്കളും കുടുംബത്തിലുള്ള സഹോദരന്മാരെല്ലാവരും മരണപ്പെട്ടവരുണ്ടെങ്കിൽ പടച്ചവനെ, അവരുടെ കബറിടം നീ വിശാലമാക്കി കൊടുക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, വൻസമാധാനവും സന്തോഷവും നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ഇടങ്ങേറുകളും ബലാമുസീബത്തുകളും ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നീക്കിത്തരണേ തമ്പുരാനെ. അള്ളാഹുവേ, ഹൈറും ബർക്കത്തും നിറഞ്ഞ ജീവിതം നീ ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണേ തമ്പുരാനെ. അള്ളാഹ്, പടച്ചവനെ, നീ ഞങ്ങളെ കാക്കണേ റബ്ബേ. അപ്പം ഞാൻ ചെറിയൊരു വിഷയമാണ് കേട്ടോ, ആ വിഷയത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എല്ലാവരും ആമീൻ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ എല്ലാ വീഡിയോയ്ക്കും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയും ഹൈപ്പ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് എന്താണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, അതായത് കൂട്ടുകുടുംബം, അതിനെക്കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കേട്ടോ. ഞാൻ ഇന്ന് അടുത്ത് ഒരു ദിവസം ഞങ്ങളുടെ ഒരു ബന്ധുവാണോ എന്ന് പറഞ്ഞാൽ അത്രയല്ല എങ്കിലും ഒരു ചെറിയൊരു ബന്ധുവാണ്. അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ കണ്ട ഒരു അവസ്ഥ, അവരുടെ കുടുംബത്തിലുള്ള അവസ്ഥയല്ല, നമുക്കുണ്ടാകുന്നൊരവസ്ഥയെക്കുറിച്ചുള്ള ചെറിയ ഒരു കുറിപ്പ് ഓർമ്മപ്പെടുത്തലാണ് കേട്ടോ നിങ്ങൾക്ക് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത്. അത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ചൊരു ചെറിയ ഒരു ഇൻട്രൊഡക്ഷൻ നിങ്ങൾക്കും തരാമെന്ന് വിചാരിച്ചു. അതാണ് ഞാനിപ്പോൾ. അത് ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമെങ്കിൽ അതിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെന്താണെന്ന് വെച്ചാൽ ഒന്നുമല്ല, കൂട്ടുകുടുംബം. അതായത് നമ്മുടെ കുടുംബത്തിൽ ഇന്ന് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, മാതാപിതാക്കൾ വേറെ, ഉമ്മ ബാപ്പ മക്കൾ, അണുകുടുംബം. ഇന്ന് നമ്മൾ അണുകുടുംബമാണ് അല്ലേ. അതായത് 2 മക്കൾ അല്ലെങ്കിൽ 3 മക്കൾ കൂടിയ 4 മക്കൾ, അതിൽ കൂടുതലില്ല. ഏറ്റവും എല്ലാവർക്കും 2 അല്ലെങ്കിൽ 1 ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ നിന്ന് ഒരു കുട്ടിയെ നമ്മൾ വിവാഹം ചെയ്ത് കൊടുക്കുമ്പോൾ ആ കുട്ടി പോകുന്ന കുടുംബം ചിലപ്പോൾ അവിടെ ജ്യേഷ്ഠന്മാരുണ്ടാവാം, സഹോദരിമാർ കല്യാണം കഴിച്ചിട്ട് ചിലപ്പോൾ ബന്ധം വേർപെടുത്തിയവരുണ്ടാവും, ചിലപ്പോൾ ബന്ധം ഇഷ്ടപ്പെടാതെ വീട്ടിൽ വന്ന് നിൽക്കുന്നവരുണ്ടാവും. അങ്ങനെ പലവരും ഉണ്ടാവും. നമ്മുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ ഒരു കൊച്ചിനെ നമ്മൾ ഇറക്കി വിടുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തായിരിക്കും അവസ്ഥ അല്ലേ. നമ്മൾ ഓർക്കാറില്ലേ, നമ്മുടെ കുട്ടികളെ, പടച്ചവനെ, നമ്മുടെ കുട്ടികൾക്ക് അവിടെ സമാധാനം കൊടുക്കണേ, സന്തോഷം കൊടുക്കണേ, സന്തോഷമുള്ള ജീവിതം കൊടുക്കണേ, അവർക്കെല്ലാവർക്കും നമ്മുടെ മോളോട് സ്നേഹവും കരുണയും തോന്നണേ പടച്ചവനെ എന്നും നമ്മൾ അങ്ങനെ വിചാരിച്ചാണ്. നമ്മൾ നീറിക്കൊണ്ടിരിക്കുമല്ലേ, നമ്മൾ ഓരോ നിമിഷവും നമ്മുടെ മോളെ കെട്ടിച്ച് വിട്ട് കഴിഞ്ഞാൽ നമ്മൾ നീറിക്കൊണ്ടിരിക്കും. അതേപോലെ ഒരവസ്ഥ തന്നെയാണ്
നമ്മുടെ ആൺമക്കൾ നമ്മുടെ വീട്ടിലേക്ക് വിവാഹം കഴിച്ച് കൊണ്ടുവരുന്ന കുട്ടി എങ്ങനെയുള്ളതാണ് എന്നുള്ള ചിന്ത ആ ആൺമക്കളുടെ ഉമ്മമാർക്കും ഉണ്ടാവും, പാപ്പമാർക്കും ഉണ്ടാവും, ആ കുടുംബത്തിലുള്ള എല്ലാവർക്കും ഉണ്ടാവും. പടച്ചവനെ വന്ന് കയറുന്ന കുട്ടി ഞങ്ങൾക്ക് സമാധാനം തരണേ, സന്തോഷം തരണേ, ഞങ്ങളോട് കൂടുതൽ ഇടപഴകി ജീവിക്കാൻ പറ്റിയ കുട്ടിയാക്കി തരണേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. അതും നമുക്ക്, അതായത് അതിൻ്റെ അർത്ഥം എന്താണ്? നമുക്ക് ആൺകുട്ടിയാണെങ്കിലും പെൺകുട്ടിയാണെങ്കിലും ഒരേ തുല്യ വിഷമങ്ങൾ തന്നെയാണ് കേട്ടോ. അത് നിങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരും പറയും ഒരു മോളെ കെട്ടിച്ചു വിട്ട് കഴിഞ്ഞാൽ, പക്ഷേ ആ മോളെപ്പോലെ തന്നെ നൊന്ത് പ്രസവിച്ചതാണ് ആ മോളെ കെട്ടുന്ന ആ ചെറുക്കനും. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. എനിക്കും മോളും മോനും ഉണ്ട്, പക്ഷെ നിങ്ങൾക്കും അതുപോലെ തന്നെ ഉണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അതും മോളും മോനും തന്നെയാണ് കേട്ടോ. അവർക്ക് വരുന്ന ഇണകളും മോളും മോനും തന്നെയാണ്. അത് നിങ്ങൾ ചിന്തിച്ചാൽ മാത്രം മതി. അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. പക്ഷേ കുട്ടികൾ അത് മനസ്സിലാക്കി പെരുമാറാൻ അവർക്ക് അറിയാത്ത ഒരവസ്ഥയിലാണ് ഇന്ന് അവർ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. അതായത് നമ്മൾ അണുകുടുംബത്തിലാണ്, നമുക്ക് ബന്ധുക്കളോ മിത്രാദികളോ ഒന്നും ഇല്ലാതെയാണ് നമ്മൾ അവരെ വളർത്തിക്കൊണ്ട് വരുന്നത്. നമ്മൾ അവരെ മാത്രം കെയർ ചെയ്യുന്നു. കാരണം നമുക്ക് മറ്റുള്ളവരുണ്ടെങ്കിൽ നമ്മുടെ മക്കളെ കെയർ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല എന്നുള്ള ധാരണയിലാണ് നമ്മൾ മക്കളെ വളർത്തിക്കൊണ്ട് പോകുന്നത്. ആ മക്കൾ അതാണ് കണ്ടു വളരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ആ മക്കളോട് നമ്മൾ ഉപദേശിച്ച് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, മക്കളെ, ഇത് നമ്മുടെ വീട്ടിൽ നമ്മളോട്, ഉമ്മയോടും വാപ്പയോടും എങ്ങനെയാണോ നിങ്ങൾ പെരുമാറിയത്, അതേപോലെ തന്നെ ഉമ്മയും വാപ്പയും വഴക്ക് പറയുമ്പോൾ നിങ്ങൾ എങ്ങനെ അത് കേട്ടുകൊണ്ട് നിൽക്കുന്നു, അതുപോലെ തന്നെ അവർ നിങ്ങളെ വഴക്ക് പറയുന്നതല്ല. അത് നിങ്ങളുടെ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഉണ്ടാകാൻ വേണ്ടി നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതൊരു വഴക്കാവുകയില്ല. അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മക്കൾക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ടതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ചില മാതാപിതാക്കളുണ്ട്, അവിടെ ചെല്ലുമ്പോൾ അവരെന്തെങ്കിലും പറയും, നിങ്ങളതൊന്നും കേൾക്കണ്ട, നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി എന്ന് പറഞ്ഞ മാതാപിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. മക്കളെ, നിങ്ങൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടാത്ത എന്തെങ്കിലും കാണിക്കുമ്പോൾ അവരെന്തെങ്കിലും പറയും, അത് നല്ലതിന് വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിച്ചാൽ തീരാവുന്നതേ ഉള്ളൂ എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് നമ്മുടെ മക്കളെ ഇറക്കി വിടുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ഒരേ ഒരു കാര്യം, മക്കളെ, നിങ്ങളുടെ വീട് ഇന്ന് മുതൽ അതും നിങ്ങളുടെ വീട് തന്നെയാണ്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അവിടെ എന്തെങ്കിലും കുറ്റങ്ങളോ കുറവുകളോ പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് മാതാപിതാക്കളോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത്, അതായത് നമ്മൾ ചെയ്യുന്ന കുറ്റങ്ങൾ പറയുമ്പോൾ ഉമ്മമാരോട് നമ്മൾ ഉപദേശിക്കുന്നുണ്ടല്ലോ, ഉമ്മ അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതാണ് ശരി. അതുപോലെ തന്നെ നിങ്ങളുടെ ഭർത്താവിൻ്റെ ഉമ്മയോട് നിങ്ങൾ പറയണം, ഉമ്മ ഇതാണ് ഉമ്മ ശരി, തെറ്റല്ല, ഞങ്ങൾ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നതല്ല, ഇങ്ങനെ ചെയ്താലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് നല്ല രീതിയിൽ നമ്മുടെ ഉമ്മമാരോട് പറയുന്ന രീതിയിൽ തമാശ രൂപത്തിൽ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും എപ്പോഴും ഉണ്ടാവും. അതേപോലെ തന്നെ നിങ്ങളുടെ ഭർത്താക്കന്മാരായ ആ കുട്ടികൾക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവും. അതാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന മക്കൾക്കും സമാധാനവും സന്തോഷവും ഉണ്ടാവും. അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അത് അറിയാൻ പാടില്ലാത്ത നമ്മുടെ കുഞ്ഞു മക്കൾക്ക് നമ്മളായ മാതാപിതാക്കൾ ഉപദേശിച്ച് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നമുക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആ കുടുംബം നമ്മുടെ കുടുംബവും ഇഴചേർന്ന്, അതുപോലെ തന്നെ നമ്മുടെ മക്കളും സന്തോഷത്തോടു കൂടി ജീവിച്ച് കാണുമ്പോഴാണ് നമ്മുടെ കുടുംബത്തിലും അവരുടെ കുടുംബത്തിലും സമാധാനവും സന്തോഷവും ഉണ്ടാവുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലുള്ള നീറിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും, പ്രതിസന്ധിയുള്ള എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് മനസ്സമാധാനം കിട്ടുന്നതും എല്ലാത്തിനും പരിഹാരമുണ്ടാകുന്നതും എല്ലാം നമ്മുടെ മക്കൾ നന്നായി കണ്ടാൽ മാത്രമേ നമുക്കതിൽ നിന്ന് എല്ലാത്തിനും സമാധാനവും സന്തോഷവും ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ കുട്ടികൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കുക, നല്ലത് മാത്രം കാണിച്ചു കൊടുക്കുക, നല്ലത് മാത്രം ചിന്തിക്കാനുള്ള അവസരം കൊടുക്കുക, എല്ലാ കാര്യങ്ങളിലും നമ്മളിൽ നിന്ന് നല്ലത് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കുക. അത്രേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് നമ്മളെല്ലാവരും കുറച്ച്
കുറച്ച് ഒന്ന് ശ്രദ്ധിച്ചാൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാകുന്നതാണ്. അപ്പോൾ ഇനി ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം, സന്തോഷം, സമാധാനം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.